പ്രിയപ്പെട്ട ഇടുക്കി ജില്ലയിലെ കർഷക സുഹൃത്തുക്കളെ, ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ക്രോപ്പ് മുളകാണെങ്കിലും നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർക്ക് കുറച്ച് ഉപകരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ചില്ലിയിൽ ബ്ലാക്ക് ട്രിപ്സ് എന്ന് പറഞ്ഞ ഒരു കീടം വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും കൃഷി ശാസ്ത്രജ്ഞന്മാരും മറ്റും നല്ല രീതിയിൽ ഇവിടെ പ്രചാരണം നടത്തി, അവെയർനെസ് നടത്തി, അവിടെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് IPM പ്രാവർത്തികമാക്കുകയുണ്ടായി. അതിൽ അവർ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല, നിങ്ങൾ പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റിക്കി ട്രാപ്സ് കൂടി ഉപയോഗിക്കാനായിട്ട് കർഷകരോട് ആവശ്യപ്പെട്ടു. സ്റ്റിക്കി ട്രാപ്സ് എന്ന് പറയുമ്പം അതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്സും വൈറ്റ് സ്റ്റിക്കി ട്രാപ്സും ട്രിപ്സിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്ത് അതിലേക്ക് കൂടുതലായിട്ട് വന്ന് ഈ ഒരു പശ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനകത്ത് വളരെ കൂടുതലായിട്ട് തന്നെ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്റ്റിക്കി ട്രാപ്സിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അത് അവർ പ്രത്യേകിച്ച് അതിന് ശാസ്ത്രീയമായി പറയുന്നത്, ഈ ത്രിപ്സ് എന്ന് പറയുന്ന നമ്മുടെ ഏലത്തിനകത്തും ചൊറി എന്ന രീതിയിൽ നമുക്ക് പരത്തുന്ന ആ ഒരു കീടം, അതിന് പ്രത്യേകിച്ചും നമ്മൾ നോക്കുന്ന സമയത്ത് അത് വളരെ ചെറിയൊരു പ്രാണിയാണെങ്കിലും അതിനും ചെറിയ രീതിയിൽ വിങ്സ് ഉണ്ട്. പക്ഷേ അത് വളരെ ശക്തമായിട്ട് മറ്റ് ശലഭങ്ങളെ പോലെ പറക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അതൊരു പാസീവ് ഫ്ലയറാണ്. പാസീവ് ഫ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന സമയത്ത് കാറ്റിൻ്റെ ഗതി എങ്ങോട്ടാണോ ആ സമയത്ത് നമ്മുടെ പൊടി പറക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഏലത്തോട്ടത്തിനകത്തും കാറ്റടിക്കുന്ന സമയത്ത് ഈ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ട് ഈ ട്രിപ്സും ആ കാറ്റിൽ പറന്നു പോകും. അങ്ങനെ ഇതിന് ഒരു സ്ഥലത്തു നിന്ന് അറ്റ്ലീസ്റ്റ് 2 മീറ്റർ വരെ പറക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ അവർ അവിടുത്തെ നമ്മുടെ മുളക് കൃഷി ചെയ്യുന്ന കർഷകരോട് ചെടിയുടെ മുകളിലായിട്ട്, അതായത് ചില്ലി ക്രോപ്പിൻ്റെ മുകളിലായിട്ട്, ഒരടിക്ക് മുകളിലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്ലൂ സ്റ്റിക്കി ട്രാപ്സും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റിക്കി ട്രാപ്സും, വെള്ളയും നീലയുമായിട്ടുള്ള സ്റ്റിക്കി ട്രാപ്സ് വാങ്ങിച്ചു വെക്കാനായിട്ട് 1 ഏക്കറിൽ 30 ട്രാപ്സ് വെക്കാനായിട്ടാണ് കർഷകരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോട് അവരോട് തന്നെ സംസാരിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു അവർക്ക് ഏലകൃഷിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ പിടിപാടില്ല, എങ്കിലും ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കാൻ പറഞ്ഞു. കാരണം കാറ്റ് ഇടുക്കി ജില്ലയിലാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഏലത്തോട്ടത്തിനകത്തൊക്കെ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും, ഈ കരിയിലകളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കവാത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ പറന്ന് പോകാറുണ്ട്. നമ്മളിങ്ങനെ ഓരോ വലിച്ചെടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ട് ഇതിങ്ങനെ പറന്നു പോകും. അപ്പം അത് ആക്റ്റീവ് ഫ്ലയർ അല്ല, അത് സ്വന്തമായിട്ട് പറന്നു പോവുകയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഒരു കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ട് പൊടി എങ്ങോട്ടാണോ പോകുന്നത് അതനുസരിച്ചിട്ട് ഇതും പോകും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ശരമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഈ വൈറ്റ് സ്റ്റിക്കി ട്രാപ്പ്, അതായത് 4 ചെടികൾക്ക് നടുക്കായിട്ടെന്നുള്ള രീതിയിൽ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പം നമുക്കറിയാം ഏലത്തിന് വിലയൊക്കെ കുറവാണ്. എന്തായാലും ചില്ലിയേക്കാൾ കൂടുതലും ഉണ്ട്. ഇപ്പം ചില്ലിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ 200 രൂപയ്ക്ക് കർഷകർക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ ഏലത്തിനുള്ള കർഷകർക്ക് അതിനേക്കാളും കുറച്ചും കൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒന്നുകിൽ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ട്രാപ്പ് ഉണ്ടാക്കുക. ഒന്നുകിൽ നമ്മൾ ചെറിയ കാർഡ്ബോർഡ് കഷ്ണങ്ങളിനകത്ത് വൈറ്റ് പെയിൻ്റ് അടിച്ചോ, അത് ചിലപ്പോൾ തകരത്തിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് പെയിൻ്റ് അടിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒന്നുകിൽ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കിട്ടും, ബ്ലൂ കളേർഡായിട്ടുള്ള വൈറ്റ് കളേർഡായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനകത്ത് പശയും അല്ലെങ്കിൽ വാസലിനോ അതും അല്ലെങ്കിൽ ഗ്രീസോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ തേച്ച് നമുക്ക് തന്നെ പൈസ കുറവുള്ള രീതിയിൽ ഏതാണോ നമുക്ക് എക്കോണമിക്കലി വയബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.
എത്രമാത്രം എന്തായാലും കാറ്റടിച്ച് വരുമ്പോൾ ഇതെല്ലാം തന്നെയും ഇതിനകത്തോട്ട് വരും. അപ്പം നമ്മൾ ആ ഒരു ഫോട്ടോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് എത്രമാത്രമാണ് ആ ഒരു എന്താ പറയുക ആ ഒരു പിന്നെ പശയുള്ള സ്ഥലങ്ങളിൽ മൊത്തത്തിൽ പൊടിയായിട്ട് കാണത്തക്ക രീതിയിൽ തന്നെ നിറഞ്ഞ് ത്രിപ്സിൻ്റെ ആ ഒരു ചെറിയ ഡോട്ടായിട്ട് കാണുന്നതെല്ലാം തന്നെയും ത്രിപ്സാണ്. അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ മറ്റ് ചെറിയ പ്രാണികളൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ത്രിപ്സാണ്. അപ്പോൾ ഇവിടെ ഈ ത്രിപ്സ് ഇങ്ങനെയുള്ള ബയോളജിക്കൽ ഇങ്ങനെ കൾച്ചറൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ട്രാപ്പ് വെക്കാത്ത സ്ഥലങ്ങളിലുള്ള ഒരു ഫോട്ടോയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അത് മൊത്തവും ആ ഒരു തോട്ടം 90% ഫുള്ളായിട്ടും ഈ ത്രിപ്സിൻ്റെ ഇൻഫെസ്റ്റേഷൻ കൊണ്ട് ക്രോപ്പ് തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ വ്യക്തമായിട്ടും നല്ല രീതിയിൽ തന്നെ IPM അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന തോട്ടത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ചെടികളും ആരോഗ്യത്തോടെ നിൽക്കുന്നതും കാണാൻ പറ്റും. ഇത്രയും ഡിസീസ് ഇൻസിഡൻസ് ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. Thank you so much. Traps, yellow sticky traps, as well as yellow that light traps also. Solar light traps.